കലാകിരീടത്തിനായി കൊല്ലത്ത് പോരാട്ടം തുടരുകയാണ്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ മൂന്നാം ദിനം 425 പോയിന്റുമായി കണ്ണൂരാണ് മുന്നിൽ. പാലക്കാടും കോഴിക്കോടും ഒപ്പത്തിനൊപ്പം തൊട്ടുപുറകിലുണ്ട്. ഇന്ന് മൂകാഭിനയം, ചവിട്ടുനാടകം തുടങ്ങിയ ഇനങ്ങൾ വേദിയിലെത്തും. കലോത്സവ നഗരിയിൽ നിന്ന് അശ്വതിയും റിയാസ് KMR നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. റിയാസ്, അശ്വതി, എന്തായാലും കൊല്ലത്ത് കൗമാര കലോത്സവം പൊടിപൊടിക്കുന്നു, പോരാട്ടം തുടരുകയാണ്. അതുപോലെ തന്നെ ഈ പോയിന്റ് പട്ടികയിൽ ഇപ്പോൾ കണ്ണൂര് മുന്നിലെത്തിയിട്ടുണ്ട്. 425 പോയിന്റ്. തൊട്ട് പുറകെയുണ്ട് പാലക്കാടും കോഴിക്കോടും. ഒപ്പത്തിനൊപ്പം പോയിന്റ് നേടിയാണ് തൊട്ട് പുറകിൽ പോയിന്റ് ടേബിളിലുള്ളത്. എന്തായാലും ഇന്ന് അതുപോലെ തന്നെ മൂകാഭിനയം, ചവിട്ടുനാടകം തുടങ്ങിയ ഇനങ്ങളൊക്കെ വേദിയിലെത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഇന്നത്തെ കലോത്സവത്തിന്? ഇന്ന് മൂന്നാം ദിനമാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അനുജ, ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പാലക്കാടും കോഴിക്കോടും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് 410 പോയിന്റാണ് രണ്ട് ജില്ലകൾക്കുമുള്ളത്. ഒന്നാം സ്ഥാനത്തെത്തിയിരിക്കുന്നത് കണ്ണൂരാണ്, 425 പോയിന്റ്. അതുപോലെ തന്നെ മൂന്നാം സ്ഥാനത്ത് ആതിഥേയരായിട്ടുള്ള കൊല്ലം തന്നെയുണ്ട്, 409 പോയിന്റാണ് കൊല്ലത്തിനുള്ളത്. ഇത്തരത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങളാണ് ഇവിടെ കൊല്ലത്തെ ഇത്തവണത്തെ കലോത്സവത്തിൽ ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് മറ്റൊരു പ്രത്യേകപ്പെട്ട അറിയിപ്പുണ്ട്. അതായത് വേദി 18-ൽ, അതായത് സെന്റ് ജോസഫ് കോൺവെന്റ് GHSSലെ മുകളിലത്തെ നിലയിൽ രാവിലെ 9:30 നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള മൂകാഭിനയം മത്സരവേദി 6ാം വേദിയായിട്ടുള്ള വിമല ഹൃദയ ഗേൾസ് HSSലേക്കും, അതുപോലെ തന്നെ 6ാം വേദിയിൽ രാവിലെ 9:30 നടത്താൻ നിശ്ചയിച്ചിട്ടുള്ള മിമിക്രി അത് 18ലേക്കും പരസ്പരം മാറ്റിയിട്ടുണ്ട്. വേദിയുടെ ഒരു കാര്യങ്ങളൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് മൂകാഭിനയമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു ചെറിയ മാറ്റം ഇന്ന് നടത്തിയിരിക്കുന്നത്. അതാണ് ഇന്ന് നടത്തിയിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതല്ലാതെ ഈ മറ്റ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കൗമാര കേരളം വീറും വാശിയോടും കൂടി ഈ സ്വർണ്ണക്കപ്പ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള മത്സരം. മാത്രമല്ല നമ്മുടെ റിയാസ് KMR ഇന്ന് രാവിലെ തന്നെ എക്സസൈസിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. റിയാസ് KMRന്റെ കുറച്ച് കൂട്ടുകാരും റിയാസ് KMRന്റെ ഇവിടെ ഉണ്ട്. ഇത് റിയാസ് KMRന്റെ എക്സസൈസ് ആണ്. ഇതൊക്കെ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നത്. എന്തായാലും നമ്മളോടൊപ്പം ചേരുകയാണ്. റിയാസ്, എന്താ പരിപാടി? ഞാനിവിടെ എക്സസൈസിലാണ്. അല്ലേ, ഇത് നമ്മളെ കലോത്സവം തന്നെ ഒരു എക്സസൈസ് ആണല്ലോ. തീർച്ചയായും. അതെ. അപ്പോ ഇതെന്താ സംഗതി? ശരിക്കും വേർത്ത് അധ്വാനിച്ചു. ഇവിടെ അധ്വാനിക്കുന്നതിനേക്കാളും ഞാൻ ഇവിടെ അധ്വാനിക്കുന്നുണ്ട്. എന്താ സംഗതി എന്നറിയോ? ഇത് അശ്വതി, പിന്നെ എന്റെ ദൈവമേ പിടിച്ചോ, അത് വേണ്ട. അപ്പോഴേ യഥാർത്ഥത്തിൽ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കൊല്ലം കലോത്സവത്തിന്റെ തലേന്ന് ഞങ്ങൾ എത്തിയല്ലോ. ഞാൻ ഇവിടെ നോക്കുമ്പോഴുണ്ട് രണ്ടുപേര്, ഒന്ന് റോണി ചേട്ടനും നമ്മുടെ ജയൻ ചേട്ടനും. അപ്പോ അവര് വേണ്ട, മൊത്തം ഇത് ഞങ്ങൾക്കൊരു ഒരു നമ്മുടെ ഏറ്റവും കരുത്തുറ്റ പ്രതിനിധിയാണ്. ആ പ്രതിനിധിയെ നഷ്ടപ്പെടുത്തരുത്. അപ്പോ ഇവര് ഈ കഥയൊന്നും ഞാൻ പറഞ്ഞോട്ടെ, നമ്മുടെ പ്രേക്ഷകർ കാത്തിരിക്കുന്നുണ്ട്. അതെ, അപ്പോഴ് പ്രേക്ഷകർക്ക് അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ തലേന്ന് വന്നു, കലോത്സവത്തിന്റെ തലേന്ന് വന്നു. തലേന്ന് വന്നപ്പോഴാണ് റോണി ചേട്ടനെയും ജയൻ ചേട്ടനെയും കാണുന്നത്. അങ്ങനെ എന്റെ ഈ ലുക്കൊക്കെ കണ്ടിട്ടായിരിക്കണം ഇവരുടെ കാര്യം പറഞ്ഞു. ആശ്രാമം ഫ്രണ്ട്സ് ക്ലബിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ നമ്മുടെ ജെയിൻ ഫുട്ബോൾ ക്ലബ് അതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ എല്ലാം പറഞ്ഞപ്പോഴേ പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഇവരായിട്ട് അങ്ങ് കൂട്ടായി. ആ കൂട്ടായതിനു ശേഷം ഞാൻ രാവിലെ നേരത്തെ വരുന്നതിന്റെ ലക്ഷണം ഇപ്പൊ പിടിയിട്ടല്ലോ. ഇതാണ് സംഗതി. ഇപ്പൊ ഒന്ന് ഒതുങ്ങിയല്ലേ? പക്ഷെ ഇപ്പൊ എന്താ അവസ്ഥ എന്നറിയോ? എന്നെ ഇവരെല്ലാം കൂടി ഒതുക്കി. എന്തായാലും ആ വിശേഷം നമുക്ക് ചോദിക്കാം പ്രേക്ഷകർക്ക്. അപ്പൊ റോണി ചേട്ടാ, ഒന്ന് താഴെ ഇറങ്ങാവോ? ഓക്കെ, പറഞ്ഞോ, എന്താ വിശേഷം എന്ന് പറഞ്ഞോ. ഈ നമ്മുടെ ആശ്രാമം ഫ്രണ്ട്സ് ക്ലബിലെ ഏകദേശം എത്ര പേരുണ്ട്, എന്തൊക്കെയാണ് വിശേഷം അതൊന്നും? ആശ്രാമം ഫ്രണ്ട്സ് ക്ലബിൽ ഏകദേശം 150ഓളം ആൾക്കാരുണ്ട്. ഇപ്പൊ 150 അല്ലേ, 151. അതേപോലെ തന്നെയാണ് നമുക്ക് ഫുട്ബോളിന്റെ ക്ലബ്ബുണ്ട്, ജയൻ ഫുട്ബോൾ ക്ലബ്ബ്. അനുഷനായ ജയന്റെ പേരിലുള്ള നമ്മുടെ ഫുട്ബോൾ ക്ലബ്ബുണ്ട്. അപ്പൊ നമ്മള് ഈ കളിക്കുന്ന സ്ഥലമാണിത്. യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാ ദിവസവും ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമാണ്. പോസ്റ്റൊക്കെ സ്വന്തമായിട്ട്. അപ്പൊ നമ്മൾ ഇത്രയും വലിയൊരു ഏഷ്യയിലെ ഏറ്റവും വലിയൊരു മഹാ അത്ഭുതം നടക്കാൻ പോകുമെന്ന് പറഞ്ഞ് 15 വർഷം മുമ്പാണ് ഇതിനു മുമ്പ് വന്നത്. പക്ഷെ അന്ന് ഇവിടെ അല്ലായിരുന്നു, അന്ന് ബോയ്സിലായിരുന്നു. അപ്പൊ ഇത് ഇവിടെ വെച്ച് നടത്തിയപ്പോഴത്തേക്ക് കൊല്ലക്കാർക്കെല്ലാം, ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷകരമായി. കാര്യം ഇത്രയും വലിയൊരു സംഭവം നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ജീവിക്കാൻ പറ്റി. യഥാർത്ഥത്തിൽ നമ്മൾ രാവിലെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു 5:30-6 മണിയോടെ ഞങ്ങൾ വരുന്നു.
ഇതൊരു 2.5 കിലോമീറ്ററാണ് ഈ ആശ്രാമം മൈതാനം ചുറ്റും എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞങ്ങളൊരു 5-6 റൗണ്ട് അടിക്കും ഞങ്ങൾ എല്ലാവരും. ഇപ്പോൾ ഇതൊക്കെ ഏറ്റവും കൂടുതൽ റൗണ്ട് നടന്നതിന് സമ്മാനങ്ങൾ മേടിച്ചിട്ടുള്ള ശ്രീ ബാബു കോടിയിൽ, ബിജു പായിപ്പാടൻ, മണീസ്, എല്ലാവരും ഇതിനകത്ത് ഈ നടത്തത്തിൽ മത്സരങ്ങളിലൊക്കെ മാരാത്തോൺ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരാണ്. പക്ഷേ ഇവിടെ ഏറ്റവും വലിയതെന്ന് പറയുന്നത് നമുക്ക് ഓപ്പൺ ജിമ്മാണ്. ആർക്ക് വന്നാലും 5 പൈസ. ചുമ്മാതല്ല എന്നെ ഇതിനകത്ത് നിങ്ങൾ ആദ്യം മുതലേ പങ്കെടുപ്പിക്കുന്നേ, ഇത് മനുഷ്യന് പണിയൊന്നാവില്ല. ഓപ്പൺ ജിമ്മിന്റെ എല്ലാ ഇത് നമ്മുടെ ക്ലബിന്റെ വകയായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ട് ആർക്കും വന്ന് ഏത് ദിവസവും വന്ന് എല്ലാ ദിവസവും ഇവിടെ വന്ന് ചെയ്യാൻ പറ്റുന്ന ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത്. അത് മാത്രമല്ല നല്ല കോമഡികൾ, ഭയങ്കര തമാശക്കാരല്ല. മനസ്സിലായി. അല്ല, ഞാൻ ഈ 3-4 ദിവസമായിട്ട് അനുഭവിക്കുന്നുള്ളത് വരുന്നത് നമ്മുടെ ഒരു ഗടാഗടിയൻ ഐറ്റമാണ്. പേര് ഞാൻ ചോദിച്ചില്ല കേട്ടോ. പ്രമോദ്. കൊല്ലത്ത് തന്നെ ഈ കേരളത്തിലെ ഏറ്റവും വലിയൊരു മൈതാനമാണ് ആശ്രാമ മൈതാനം. ഈ 62ാമത് കലോത്സവം നടക്കാൻ തന്നെ ഇതൊരു കൊല്ലക്കാരെ സംബന്ധിച്ചിടത്തോളം മഹാഭാഗ്യമാണ്. പിന്നെന്ന് പറയാനുള്ളത്, ഞങ്ങൾ രാവിലെ 5:30 മണിക്കെല്ലാവരും വരും, നടക്കും. ഞങ്ങളുടെ അമ്മയാണ് ആശ്രാമ മൈതാനം. ഞങ്ങളുടെ അമ്മയാണ്, അത്രയ്ക്ക് സ്നേഹമാണ് ഞങ്ങൾ ആശ്രാമ മൈതാനത്തോട്. അങ്ങനെ പ്രമോട്ട വല്ലതും തെറ്റിച്ച അമ്മ വന്നടിക്കും. പിന്നെ പറയാനുള്ള, തിരുവിതാംകൂറിൽ ആദ്യമായിട്ട് വിമാനം ഇറങ്ങിയത് കൊല്ലത്ത് ഈ ആശ്രാമ മൈതാനത്താണ്. എപ്പോഴും ഹെലികോപ്റ്റർ ഇപ്പോഴും വരുന്നുണ്ട്. പരിപാടിയൊക്കെ പ്രസിഡന്റ് ട്രോഫി വള്ളംകളി നടന്നപ്പോഴും ഇവിടെ വന്ന് ഇറങ്ങുന്നത്. പിന്നെ കേരളത്തിൽ തന്നെ നമ്പർ 1, കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ഏറ്റവും വലിയൊരു മൈതാനമാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു മൈതാനമാണ് മാരത്തോണ് ഫസ്റ്റ് മേടിച്ചത്. ഒന്ന് ഇങ്ങോട്ട് വരും. അവിടെ ഇല്ലെങ്കിലും നമ്മുടെ ക്യാമറമാൻ ജിഷ്ണു വല്ലാതെ ബുദ്ധിമുട്ടിപ്പോവും കാണാൻ. അല്ലെ ജിഷ്ണു, കിട്ടുന്നുണ്ടോ? യെസ്. അപ്പോഴേ അശ്വതിക്ക് ഒരു സംശയമുണ്ട്. ഇനി നാളെ മുതൽ അശ്വതി വന്നാൽ നിങ്ങൾ എടുക്കുമോ എന്നുള്ളതാണ് സംശയം. മനസ്സിലായില്ല? അത് അവളിപ്പോഴേ നടക്കാൻ പറയത്തതേ ഉള്ളൂ, എടുക്കാൻ ആരും പറ്റത്തില്ല. ഇവിടെ എടുക്കത്തില്ല. രാവിലെ തന്നെ കൗണ്ടർ എങ്ങനെ ലെറ്ററിലും വേണം മെയിനായിട്ട് നമ്മളെ ഗ്രൂപ്പ് ആഡ് ചെയ്യണം. അപ്പൊ അശ്വതി പോയിട്ട് നേരെ NK പ്രേമചന്ദ്രൻ MBA കണ്ട് ശുപാർശ കത്തുമായി ഇവിടത്തേക്ക് വരുന്നതായിരിക്കും. പക്ഷെ ഒരു ശുപാർശ കത്തുമില്ലാതെ അംഗത്തെ കിട്ടി ഏക വ്യക്തി അത് ഞാനാണ്. എന്തായാലും പിന്നെ റോണിച്ചേട്ടനുണ്ട്. പിന്നെ ബാക്കിയുള്ളവര്, ഞാൻ ജയൻചേട്ടന് റോണിച്ചേട്ടനെ മാത്രം അറിയുന്നുണ്ട് കേട്ടോ പേര് പറയുന്നത്. നിങ്ങളൊക്കെ ഒന്ന് പേര് പറയണം ചുമ്മാ. പിന്നെ അതല്ല, ഇവിടെ ഒരാൾ പറയുമായിരുന്നു, പിന്നെ ഇന്ന് രാവിലെ വന്നപ്പോ എന്നോട് ചോദിക്കുക കൊല്ലം എത്രാം സ്ഥാനത്താണ്. ഞാൻ പറഞ്ഞു ഇന്ന് കൊല്ലം 4ാം സ്ഥാനത്ത് കൊല്ലമാണല്ലേ, 4ാം സ്ഥാനത്താണുള്ളത്. അപ്പോ പുള്ളി പക്ഷെ വേറൊരു കാര്യം പറയുന്നുണ്ട്, അത് പുള്ളി തന്നെ പറയും. കൊല്ലം ഈ 62ാമത് കലോത്സവം നടക്കുന്ന കൊല്ലം ജില്ലയില് 99.3% കപ്പ് കൊല്ലത്തിന് തന്നെയാണ്. ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതെങ്ങനെയെന്നല്ലേ, അത് ആതിഥേയത്തിന്റെ കപ്പ് ഇത്തവണ കൊല്ലം തന്നെ ഈ സ്കൂൾ കലോത്സവത്തിൽ കൊണ്ടുപോകും. കുതിച്ചു കയറും. അവസാന നിമിഷം നാളെയും മറ്റന്നാളും നടക്കുന്ന മത്സരങ്ങളിലൂടെ ഞങ്ങൾ കുതിച്ചു കയറി 1ാം സ്ഥാനത്ത് കപ്പ് ഞങ്ങൾ എടുക്കും. കൊല്ലം തന്നെ ഈ കപ്പ് ഇപ്രാവശ്യം എടുത്തിരിക്കും. അതെ, ഇന്ന് മുന്നിൽ നിൽക്കുന്ന കണ്ണൂരുകാരും പാലക്കാടുകാരും കോഴിക്കോടുകാരും ഒന്ന് സൂക്ഷിച്ചോ, കൊല്ലം പിന്നാലെ വരും മക്കളെ, കപ്പ് കൊണ്ടുപോകുന്നാണ് ഇവര് പറയുന്നത്. ഇവിടെ അറ്റൻഷനായി നിൽക്കുന്നുണ്ട്. രാവിലെ ഞാൻ ഇന്ന് ഇവിടെ വന്നപ്പോ ഇത്രയും വെയിറ്റുള്ള ഈ സാധനം എടുത്തിട്ട് തരാൻ നോക്കിയ ദുഷ്ടനായ മനുഷ്യനാണ് ഇദ്ദേഹം. സത്യത്തിൽ ഇതൊക്കെ വളരെ വെയിറ്റ് കുറവാണ്. ഇതിനെ കൊണ്ട് വലിയ വെയിറ്റ് ആണ് നമ്മൾ എടുക്കാറുള്ളത്. ചേട്ടന് വെയിറ്റ് കുറവായിരിക്കും, എനിക്കതല്ല. അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത്, ഈ ആതിഥ്യം വഹിക്കുന്ന കൊല്ലത്ത് ഈ സ്വർണ്ണക്കപ്പ് ഞങ്ങൾക്ക് തന്നെ കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. കലാപ്രതിഭകൾ ഇഷ്ടം പോലുണ്ട്. കണ്ണൂരും കോഴിക്കോടും എല്ലാം നല്ല കലാപ്രതിഭകളാണുള്ളത്. അവരെയൊക്കെ ചവിട്ടി മറിച്ചുകൊണ്ട് നല്ല പോയിന്റോടെ കൊല്ലത്ത് കപ്പ് കിട്ടട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു. മാത്രമല്ല ഇന്ന് ചവിട്ടി മെതിക്കാൻ ചവിട്ട് നാടകവും കൂടിയുള്ളതാണ്. അതേപോലെ തന്നെ ഇത്രയും ചാനലുകാർ ഇവിടെ ഉണ്ടെങ്കിലും നമ്മളെ കേരള വിഷൻ ചാനലിലെ ചേട്ടന് പേരുന്ന റിയാസ് ചേട്ടന് അശ്വതി പക്ഷെ രാവിലെ ഇവിടെ വന്ന് ഇത്രയും വർക്കൗട്ട് ചെയ്യാനും ഇത്രയും ആക്ടിവിറ്റി ഞങ്ങളെ ഒരു ഉണർത്താനും ഉള്ള ഒരു പോസിറ്റീവ് എനർജി ഉള്ള ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതേ ദൈവമേ, പ്രേക്ഷകരായിരുന്നു ഞാൻ വല്ല കാശൊന്നും വല്ലതും പറ്റും. ഇങ്ങോട്ട് വന്നു കേട്ടാ. അതേ നേരെ ഫ്രെയിം, കുഴപ്പമില്ല. അതെ, ഞാൻ വന്നപ്പോഴേ അശ്വതി, ഞാൻ താഴെ ഇറങ്ങാം. അപ്പോ പിന്നെ ഞാൻ വന്നപ്പോ മുതൽ കൗണ്ടറായിരുന്നു പുള്ളിക്കാരൻ. പക്ഷെ ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ല. എന്താ അല്ല, എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. നമ്മളെന്താ മിണ്ടാനാ, ഇങ്ങനെ കൂടുതൽ നമ്മളെന്താ പറയാനാ, എല്ലാരും പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾക്കുള്ള, അതായത് പുള്ളിക്ക് പറയാനുള്ളത് കൂടി ബാക്കിയുള്ളവർ ഞങ്ങളിവിടെ
ഞാൻ എന്റെ മകൾ ഇവിടെ ഉണ്ടായിരുന്നു പ്രോഗ്രാമിന് ഫസ്റ്റ് ഡേ ആശാ ശരത്തിന്റെ കൂടെ ഡാൻസ് സ്വാഗത ഗാനത്തിന് നൃത്താവിഷ്കാരം ഉണ്ടായിരുന്നു. മകളുടെ പേര് രോഷ്നി ശിവകുമാർ. നമ്മുടെ പ്രേക്ഷകരെല്ലാം കണ്ടിരിക്കും. കാരണം അതെ, ഇതാണ് ഈ കാണുന്നതാണ്. കാണോ ജിഷ്ണു? കാണോ? ഇല്ല, ഞാൻ അങ്ങോട്ട് വരണോ? വേണ്ട. ആ, ഒരു മിനിറ്റ്. വെട്ടമില്ലാത്തോണ്ടാ ഫോണില്, അത് വേടുന്നേ. പിന്നെ അപ്പോഴേ റോഷ്നി ശിവകുമാർ ഉണ്ടായിരുന്നു, നമ്മുടെ പ്രിയപ്പെട്ട ശിവകുമാരേട്ടന്റെ മകള് റോഷ്നി ശിവകുമാർ ആശാ ശരത്തിനൊപ്പം ഡാൻസ് ചെയ്യാന് ഇവിടെ സ്വാഗത സംഘം നൃത്താവിഷ്കാരത്തിന് ഇതേ ആശ്രമം രാവിലെ വന്ന് അപ്പനായിട്ടുള്ള ശിവകുമാരേട്ടൻ ഇവിടെ വന്ന് ഡാൻസ് ചെയ്തു. മകള് അതിനുശേഷം 10 മണി എവിടെന്നാണ് ഞങ്ങളെ കലാപരമായിട്ട് ഡാൻസുകാരാണ്. അതെ അതെ അതെ. അച്ഛൻ ഇങ്ങനെ ഡാൻസ് ചെയ്തപ്പോ അച്ഛൻ കളിച്ച കോമഡിയും പിന്നെ മകൻ സ്പോർട്സിലുണ്ട്, മകൻ റോളർ സ്കേറ്റിംഗിലുണ്ട്, നാഷണൽ വരെ പോയിട്ടുണ്ട്. മോന്റെ പേര് രോഹിത് ശിവകുമാറാണ്. മോനൊന്നും വന്നില്ല, രാവിലെ വരുന്നതാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ശിവകുമാർ ഏട്ടനാണെന്നു ജയൻ സ്പോർട്സ് ക്ലബിന്റെ മെയിൻ സാരഥി എന്നൊരു സംശയം. മകൻ അല്ലേ? മകനാണ് ജയനുള്ള. അപ്പോ എന്തായാലും ഇതൊക്കെയാണ് നമ്മുടെ കൊല്ലത്തിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം. സത്യം പറയാം, അതെ, വൈബ്. നമുക്ക് ഇന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ള എന്റെ ആ ഒരു എനർജി ലെവൽ മാറി എന്നുള്ളതാണ്. അതെ അതെ. പിന്നെ ഇപ്പൊ മനസ്സിലായോ? എന്റെ അശ്വതിയുടെയും സൗഹൃദ കൂട്ടങ്ങളില്, കൊല്ലത്തെ സൗഹൃദ കൂട്ടങ്ങളില് ഇങ്ങനെയും ചില സകല കലാകല വല്ലഭന്മാരുണ്ട് എന്നുള്ളതാണ്. ഞാൻ പേര് ചോദിക്കാൻ വിട്ടു. ബാബു കൂടി ക്യാമറമാൻ ആയിരുന്നു, സ്റ്റുഡിയോ ഉണ്ട്. വിഷ്ണുവിന് വലിയ വെല്ലുവിളിയുമായി ബാബു ചേട്ടനുണ്ട്, ബാബു കോട്ടരി ചേട്ടനുണ്ട്, അതിലുപരി ചില ഗായകർക്കും. അപ്പൊ ഒരു പാട്ട് പാടിയല്ലോ, കേട്ടുപിടിച്ച് പാട്ടുപാടാം. ഇപ്പൊ കലോത്സവത്തെ വേദിയിൽ നമ്മുടെ സ്വന്തം മണ്ണിൽ വന്നതിന് ആഹ്ലാദകരമായിട്ട് ഒരു ഗാനം 4 വരി പാടാം. പാലോം പാലോം നല്ല നടപ്പാലം, അപ്പന്റെ കൈയും പിടിച്ചു നടക്കണ നേരം, ആയോരു പാലത്തിന്റെ തുണി നിന്നോ പൊന്നോ എന്നൊരു വിളിയും കേട്ടേ, പൊന്നോ എന്നൊരു വിളിയും കേട്ടേ. എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കേണൊരൊച്ച പോലെ, എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറില്ല, അപ്പൻ തന്നല്ലേ പറയാറില്ല. താങ്ക് യു വെരി മച്ച്. പൊളിച്ചു അല്ലേ? ഇന്നത്തെ എ ഗ്രേഡ് ബാബു ചേട്ടൻ. അതെ, ഇത്രയും അതെ ഇവിടെ വരുന്ന 14,000 മത്സരാർത്ഥികൾ കാണണം. ബാബുവിന്റെ ഒരു അവസരം കൊടുക്കണം എന്നൊരു അഭിപ്രായം ഉണ്ടോ? കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്നാണല്ലോ. അന്നേരം കൊല്ലത്തിന്റെ കൂട്ടായ്മ എന്ന് പറയാൻ അത്രയും പറഞ്ഞാൽ തീരാത്തത്ര പവർഫുള്ളാണ്. എന്ന് പറയാ ഈ കൊല്ലത്തെ ഈ കലോത്സവം വന്നപ്പോൾ ആവേശകരമായിട്ടാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. എന്ന് പറയാൻ നമുക്ക് തന്നെ ഈ കൊല്ലക്കാർക്ക് തന്നെ ഈ കപ്പ് വാങ്ങണം എന്നുള്ള ഒരു ആവേശമാണ് ഈ ഞങ്ങളുടെ ഈ നടത്ത ക്ലബിന്റെയും പ്രത്യേകത എന്ന് പറയാൻ. ഞങ്ങളിവിടെ എന്ന് പറയാൻ കൂട്ടായ്മ അത്രയും വലിയൊരു കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയ്ക്ക് അനുസരിച്ചാണ് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്ന് പറയാൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു ആവേശമാണ്. ഈ കൊല്ലം പട്ടണത്തിൽ നമ്മളെ ഈ കലോത്സവം വന്നപ്പോൾ തന്നെ ഞങ്ങൾ കൊല്ലക്കാർക്ക് എല്ലാവർക്കും ഒരു ആവേശം നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾ ഇപ്പൊ തന്നെ കപ്പടിച്ചു അല്ലേ അശ്വതി? ഇതേ ആവേശം ഞങ്ങൾക്ക് എപ്പോഴും കാണും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ കൊല്ലക്കാർക്ക് ഈ കപ്പ് മേടിക്കുക എന്നുള്ളത് തന്നെ കൊല്ലത്തിന്റെ ഒരു ആവേശമാണ്. ഞങ്ങൾ കൊല്ലത്തിന്റെ ഒരു ആവേശം എന്ന് പറഞ്ഞാൽ കൊല്ലക്കാർക്ക് പറഞ്ഞാൽ തീരാതെ ഒരു സന്തോഷമാണ്. എന്ന് പറയാൻ 10-15 വർഷങ്ങൾക്ക് ശേഷമാണ് കൊല്ലത്തേക്ക് കലോത്സവം വന്നു വരുന്നത്. ആ കലോത്സവത്തിനെ വരവേൽപ്പിച്ചിരിക്കുകയാണ് കൊല്ലക്കാർ. ഞങ്ങൾ എല്ലാവരും കൂടെ ഇത്രയും പേരുടെയും കൂട്ടായ്മ ഈ കലോത്സവത്തിന് വളരെ വളരെ ഞങ്ങൾ നന്ദിയും ഇതിന്റെ സന്തോഷമായിട്ട് പ്രദീപ് സാർ നമുക്കെല്ലാം ഫുഡ് മേടിച്ചിരുന്നു. ചായന്റെ എല്ലാവർക്കും ഇത് കഴിഞ്ഞ് പ്രദീപ് സാറിന് ഫുഡുണ്ട്. പ്രേക്ഷകർക്കും അതെ, ഓക്കെ. പ്രേക്ഷകർ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതൊക്കെ രേഖയാണ്. റിയാസ് എന്തായാലും കണ്ണൂരുകാരനായിട്ട് 1ാം സ്ഥാനത്തുള്ള കണ്ണൂരിന് യാതൊരു സപ്പോർട്ടും കൊടുക്കാതെ ഇപ്പൊ കൊല്ലം കപ്പ് കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന റിയാസ് കെ മാറിനെയാണ് ഇപ്പൊ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതാണ് കൊല്ലം കണ്ടവനില്ല വേണ്ടെന്നാണ്. അതാണ് മനസ്സിലായില്ലേ? അതാണ് ഞാൻ കണ്ണൂരുകാരനായിരിക്കും, ഇപ്പൊ താമസിക്കുന്ന കോഴിക്കോടായിരിക്കും,
പക്ഷെ ഒരു കാര്യം ഇപ്പൊ നിൽക്കുന്ന കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ട. അപ്പോ അതെ, അതുകൊണ്ട് ഇന്ന് ഞാൻ കൊല്ലത്തിനൊപ്പമാണ്. ഇനിയിപ്പോ കോഴിക്കോട്ടേക്ക് തിരിച്ചു പോകുമ്പോഴല്ലേ അപ്പൊ നോക്കാം. അപ്പോഴേ മാത്രമല്ലെന്ന് പിന്നെ നമ്മുടെ അനുജയ്ക്ക് ഒരു സംശയം. കാരണം ഞാൻ ഇങ്ങനെ മാറി എന്നുള്ളതാ. കാരണം അത് നമ്മുടെ കൂട്ടായ്മയുടെ വിജയമല്ലേ അല്ലേ? അനുജ അവിടെ ഇരുന്ന് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. വേണേലും ഇങ്ങോട്ട് പോകുന്നു, കൊല്ലത്തേക്ക് വണ്ടി കയറും. പറഞ്ഞു കൊല്ലത്തെ ചുണക്കുട്ടന്മാരോട് ചേർന്നപ്പം നിങ്ങൾ കൊല്ലത്തോട് ചേർന്ന് കഴിഞ്ഞു. ഈ കൗമാരക്കാരുടെ കൂടെ ചേർന്നപ്പോ എത്രയാ 17, 16, 18 വയസ്സുള്ള ഈ കൗമാരക്കാരുടെ ചേർത്തപ്പോ അല്ലേ അശ്വതി ചെറുപ്പായോ? അയ്യോ സോറി, വയസ്സ് കൂട്ടി പറഞ്ഞു, 15. അതെ 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 അതെ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സീനിയാരിറ്റി ഉള്ള ഒരു വ്യക്തിയാണ്, ഏറ്റവും പ്രായം ചെന്ന ഒരു മനുഷ്യനാണ്. ഞങ്ങളെ സീനിയാരിറ്റി 25 വർഷമാണ് പിള്ളേരെ കല്യാണം 25 റൗണ്ട് നടന്നു. ന്യൂ ഇയറിന് കണ്ണു കാണാത്തവരുമായിട്ട് ടൂറിന് പോയി ഒരേ ഒരു വ്യക്തിയാണ് കണ്ണു കാണാൻ വയ്യാത്തവരുമായിട്ട് മൂന്നാർ പോയി. അപ്പൊ ഇവരന്നോട്ട് എന്നെ കൊണ്ട് വഴക്ക് പറയുക. ഇവരിവിടെ ആയിരുന്നു ആഘോഷം. ഞങ്ങൾ മൂന്നാർ പോയി. അപ്പൊ മൂന്നാർ പോയിരുന്നിട്ട് ഞാൻ ഇച്ചിരി പ്രായമുള്ളവരെ കേട്ടാ പോയെ. അന്നോട്ട് ഇവര് പറഞ്ഞ കണ്ണു കാണാത്തവര് നിർത്തിയല്ലേ. ഇതാണ് ഈ ക്ലബിന്റെ ഒരു ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കാരണം ഇവിടെ ഇവര് മനസ്സുകൊണ്ട് 15 അല്ല 12 എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇവിടെ ഏറ്റവും പ്രായം കൂടിയത് ഞാനും അശ്വതിക്കായിരിക്കും. മനസ്സുകൊണ്ട് അശ്വതി നാളെ മുതൽ ഈ ക്ലബിൽ ചേരാൻ വരികയാണ്. അതിനായി ഇന്ന് MP യുടെ ശുപാർശ കത്തിൽ നിന്ന് വാങ്ങിക്കുകയല്ലേ. അതെ, അനുജയ്ക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി വന്ന് നേരെ ഇങ്ങോട്ടേക്ക് ചേക്കേറാവുന്നതാണ്. ഇവിടെ കൊല്ലത്ത് വന്ന ഇല്ലം വേണ്ട എന്നൊരു ഇതുണ്ടാവും. പക്ഷേ വേറൊരു കാര്യമുണ്ട്. ഞാൻ ഈ കൊല്ലത്തേക്ക് വരുന്നതിന് മുന്നേ പാവം ഈ പിന്നെ കണ്ണൂരുകാരനൊക്കെ ആണല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും ഈ പഴഞ്ചൊല്ല് കാണിച്ച് പേടിപ്പിക്കുക പലരും. കൊടുത്താ കൊല്ലത്തും കിട്ടും, അതുകൊണ്ട് സൂക്ഷിക്കണം കേട്ടോ. അയ്യോ ഞാൻ പേടിച്ചു പോയി. അപ്പൊ കൊടുത്താ കൊല്ലത്തും കിട്ടും സ്നേഹം. ഇപ്പൊ മനസ്സിലായോ? കാരണം എന്നെ പേടിപ്പിച്ചു കിട്ടവര് ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാകണം, അത് സ്നേഹമാണ്. സ്നേഹം കൊടുത്താൽ അതിന്റെ ഇരട്ടി കൊല്ലത്തുനിന്ന് കിട്ടും എന്നതിന്റെ ഉദാഹരണമാണ് അല്ലെ. 24 വേദികളിലും വാരിക്കോരി സ്നേഹം തരും എന്നുള്ളതാണ്. ചിലപ്പോ നിങ്ങൾക്ക് A ഗ്രേഡ് കിട്ടിയില്ല എന്ന് വരും, പക്ഷെ അത് വിഷമിക്കേണ്ട. പക്ഷെ സ്നേഹത്തിന്റെ A ഗ്രേഡ് നിങ്ങൾക്ക് കൊല്ലത്തിന് മാത്രമാണത്. പിന്നെ ഈ കൊല്ലത്തിന് മാത്രം അവകാശപ്പെട്ടതാണ് സ്നേഹം. അതെ, ഞാൻ ഈ കൊല്ലത്തിന്റെ സ്നേഹം. അശ്വതി മുമ്പ് കൊല്ലത്ത് വന്നിട്ടുണ്ടോ? ഏതൊരു കൊല്ലം വന്നിട്ടുണ്ടല്ലേ? ഏതൊരു കൊല്ലത്തും പാസ് എടുക്കത്തില്ല, ഇവിടെ ഇറങ്ങണം. ഇറങ്ങിയാൽ മാത്രമേ പറ്റത്തുള്ളൂ. അല്ല ഞാൻ എന്താണെന്നറിയോ, എനിക്ക് കരുനാഗപ്പള്ളിയിലൊക്കെ നല്ല സുഹൃത്തുക്കളുണ്ട്. അപ്പൊ കൊല്ലക്കാരെന്ന് പറയാൻ എപ്പോഴും ആവേശമുള്ളവരാണ്. എന്തിനും ഏതിനും ഒരാള് സഹായിക്കാനാണെങ്കിലും ഏതിനാണെങ്കിലും ഒരു നേരത്തെ ആഹാരം കഴിച്ചില്ല എന്ന് പറയാൻ അവൻ ആഹാരം മേടിച്ചു കൊടുക്കുന്നവരാണ് കൊല്ലക്കാർക്ക് ഒരു പ്രത്യേകത എന്ന് പറയാൻ അതാണ് ഏറ്റവും. അവന്റെ ഏതൊരു വ്യക്തി വയ്യാതെ കടന്നു കഴിഞ്ഞാൽ അവനെ ഒരു ആശ്രയമായിട്ട് അവനെ താങ്ങിയെടുത്ത് അവന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാണ് കൊല്ലക്കാർ. ഒരാൾ പോലും വിട്ടുമാറത്തില്ല, എപ്പോഴും അവന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, എന്തിനും ഏതിനും. അതേ കണക്ക് തന്നെയാണ് നമ്മളെ ഈ കലോത്സവത്തിന് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും. എന്ത് ആവേശം ഉണ്ടെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞങ്ങൾ കൂടെ ഉണ്ട്, എന്തിനും ഏതിനും. അതിനോടൊപ്പം നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട്. എന്ന് കേരള വിഷൻ ന്യൂസിനൊപ്പം കേരള വിഷൻ ന്യൂസിനോടൊപ്പം ഞങ്ങളുണ്ട് എപ്പോഴും. അത് തന്നെയാണ് ഞങ്ങളുടെ കപ്പ് അല്ലേ, ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ കപ്പ്. പല വേദികളിലും പോയിട്ടുണ്ട്, പല ജില്ലകളിലും. പക്ഷെ ഈ കൊല്ലത്തെ ക്രൗഡ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇന്നലെ ഒപ്പന മത്സരത്തിന് എന്നാ ക്രൗഡായിരുന്നു പറയൂ, ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഒരു പ്രത്യേകതയുണ്ട്, സുനാമി അല്ല ഇനി എന്ത് കാറ്റടിച്ച് എന്തെന്ന് പറഞ്ഞാലും ചലിക്കാത്ത കേരളത്തിൽ ഒരേ ഒരു ഇത് കൊല്ലമാണ്. ശ്രദ്ധിച്ചു നോക്കൂ, എന്ത് വന്നാലും. അതുകൊണ്ട് സുനാമി വേണമെങ്കിൽ ഒന്നും കൂടി വന്നു നോക്കിക്കൊണ്ടല്ല, പോലും ഇവിടുന്നാണ് ആൾക്കാർ പോയി എല്ലാവരും സഹായിച്ചത്. കൊല്ലക്കാരാണ്, കൊല്ലത്തിന്റെ പട്ടാളമാണ് ഇറങ്ങിയത്. കൊല്ലത്തിന് ഒന്നും സംഭവിക്കില്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. മത്സ്യബന്ധനത്തിന്റെ ആവേശകരമായിട്ടുള്ള ചുണക്കുട്ടന്മാരാണ് നമ്മളെ സുനാമി വന്നപ്പോ ഇറങ്ങിയത്. വെള്ളപ്പൊക്കം വന്നപ്പോ നമ്മളെ പൂർണ്ണമായിട്ടും നമ്മളെ ഇവിടുത്തെ നമ്മളുടെ ചങ്കൻ ഉറപ്പുള്ള വള്ളക്കാർ വന്ന് അവരെ എല്ലാവരുടെയും ജീവൻ രക്ഷിച്ച ഒരു നാടാണ് കൊല്ലം. ആ കൊല്ലം എന്ന് പറയുമ്പോൾ നമുക്ക് ആവേശമാണ്. നമ്മൾ കണ്ടത് കൊടുത്ത കൊല്ലത്ത് അതാ പറഞ്ഞ കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്ന് പറയുന്നത്. ആർക്കും വന്ന് കൊല്ലത്തേക്ക് വരാം, കൊല്ലത്തേക്ക് വന്നാൽ അവരെ ഹൃദയപൂർവ്വം നമ്മൾ സ്വീകരിക്കും. അതാണ് കൊല്ലം കണ്ട ഇല്ലം വേണ്ടെന്ന് പറഞ്ഞത്.
ഒരു മിനിറ്റ്, അനുജ എന്തോ ചോദിക്കുന്നു. എന്താ അനുജ? ഭയങ്കര സപ്പോർട്ടാണ് കൊല്ലത്ത് നിന്ന് കിട്ടുന്നത്. ഈ ചേട്ടന്മാരെയൊക്കെ പോലെ തന്നെ എല്ലാവരും ഈ കുട്ടികളുടെയൊക്കെ പ്രോഗ്രാം ഒക്കെ കാണുവാനായിട്ട് ഇപ്പൊ റിയാസ് തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ ഒപ്പനയൊക്കെ നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള ജനക്കൂട്ടമാണ് ഇപ്പൊ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാനും കലോത്സവം കാണാനും ഒക്കെ ആയിട്ട് എത്തുന്നത്. കൊല്ലംകാര് ഭയങ്കരമായിട്ട് ചില്ല് ചെയ്താണ് ഇത്തവണത്തെ കലോത്സവം അടിച്ചു പൊളിക്കുന്നതെന്നാണ് തോന്നുന്നത്. തീർച്ചയായും, കാരണം ആ വൈബ് നമ്മുടെ അശ്വതി ഭയങ്കര എനർജറ്റിക് ആയി നിൽക്കും അശ്വതി. ഇങ്ങനെ അശ്വതി നാളെ മുതൽ അതെ രാവിലെ ഇനി മുതൽ വന്നിരിക്കുന്നുള്ളതാണ്. മാത്രമല്ലേ ഈ നമ്മുടെ പ്രതിഭേട്ടന്റെ വാക്കുകൾ കേൾക്കുമ്പോഴേ മോഹൻലാല് പഴയ സിനിമയിൽ പറഞ്ഞ പോലെ പോരുന്നോ കൂടെ എന്ന് ചോദിക്കാൻ തോന്നാ. കാരണം നമ്മളെക്കാളും നന്നായിട്ട് പറയുന്നുണ്ട്. അവസാനം വേണ്ടല്ലേ നമ്മുടെ കഞ്ഞി പാർട്ടിയുടെ വെറുതെ ചുമ്മാ വന്നേ പിന്നെ പോയിക്കാതെ ചോദിക്കട്ടെ. ഇത്രയും സുന്ദരനായിട്ട് സുമുഖനായിട്ട് പേരെന്താ? കണ്ണൻ. എന്റെ പൊന്നെ കണ്ണെന്നാ പേര് അല്ലേ? വാ ഇച്ചിരി ഓക്കെ ഇച്ചിരി കൊണ്ടുവന്നോ ഒതുക്കുന്നു. കണ്ണേട്ടാ, ഇവിടെ പിന്നെ എല്ലാ ദിവസവും രാവിലെ എത്തുന്ന കാണാറുണ്ട്. 5 മണിക്ക് വരാറുണ്ട്. 5 മണി തൊട്ട് 7 മണി 8 മണി വരെ ഞങ്ങളുടെ എല്ലാം ഇവിടെ കാണും. ഞങ്ങളുടെ ആൻസറാം ഫ്രണ്ട്ഷിപ്പിന്റെ മെയിൻ മെമ്പറാ. എല്ലാം നല്ലപോലെ നടന്ന് എക്സസൈസ് എല്ലാം ചെയ്യും. എല്ലാം അടിപൊളിയായിട്ട്. ഈ കണ്ണൻ ചേട്ടൻ 5 മണിക്ക് വരുന്നോണ്ടാ ഞാനൊക്കെ 6 മണിക്ക് എഴുന്നേറ്റ് വരേണ്ടി വരുന്നത്. എന്തൊരു കഷ്ടം. തമിഴ്നാട്ടുകാരനായിരുന്നില്ലേ ജന്മം കൊണ്ട്? ആ കഥയൊന്നും നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് പറഞ്ഞു കൊടുത്തു. നമ്മുടെ എന്റെ അച്ഛന്റെ സ്ഥലം കന്യാകുമാരി ഡിസ്ട്രിക്റ്റാ, നാവുകയില്ല. ഞാൻ ജനിച്ചും വരുന്നതെല്ലാം കൊല്ലം തന്നെ. അതാണ് പിന്നെ അതാണ് അടുത്ത കൊല്ലം കണ്ടത് ഇല്ല വേണ്ടാത്ത ഒരാളാണ്. ഇനി അയ്യോ റോണി ചേട്ടൻ വീണ്ടും വരണ്ട. ഇല്ല അതെ നമുക്കിടയിലെ സൈലന്റ് കില്ലറാണ് പുള്ളി എന്ന് പറയേണ്ടി വരും. ഈ പുള്ളി ഉണ്ടായാണ് ഈ മരങ്ങളും ചെടികളെല്ലാം പുള്ളിയാണ് ഈ വെള്ളമൊഴിച്ച് നല്ല പരിപാലിക്കുന്നത്. ഈ പുള്ളിയാണ്. ഇറങ്ങി വാ ആ ഒരു കഥ ഓക്കെ. എന്താ അതിന്റെ കഥ ഒന്ന് പറഞ്ഞ്? ഈ ആശ്രമം മൈതാനത്ത് ഇത്രയും ചെടികള് നട്ടു വളർത്തുന്നതിന് നട്ടില്ലേലും വളർത്തുന്നതിന്റെ ഒരു ജൂൺ 5-ാം തീയതി വൃക്ഷ ദിനമാണ്. അതിന്റെ കുറിച്ചാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ഇതിലേക്ക് വെള്ളം ഒഴിക്കുകയും ചെയ്യുന്നത്. നായ്ക്കൾക്കുള്ള ബിസ്ക്കറ്റും മറ്റു കാര്യങ്ങളും ചെയ്യും. പായ്പാട്ടിന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതാണ് കൂടുതൽ നായ്ക്കളെ ഇഷ്ടപ്പെടുന്നത്. എന്തായാലും അതായത് ഈ കൊല്ലത്തുള്ള ഈ മനുഷ്യര് എന്താ പറയാ നമ്മളെ സ്നേഹം കൊണ്ട് കീഴടക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ ജയൻ ഫുട്ബോൾ ക്ലബിന്റെ ആയാലും ആശ്രമം ഫ്രണ്ട്സ് ക്ലബിന്റെ ആയാലും ഈ നമ്മുടെ സഹപ്രവർത്തകർ റോണി ചേട്ടനായാലും ജയൻ ചേട്ടനായാലും പ്രതിഭേട്ടനായാലും ബാക്കി എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ പോലെ തന്നെ. കാരണം എല്ലാവരുടെയും പേര് പറയുമ്പോൾ അത്രയും സമയമില്ലല്ലോ. അതുകൊണ്ട് പിന്നെ എന്തായാലും ഈ സ്നേഹം തന്നെയാണല്ലേ അശ്വതി കൊല്ലത്ത് നമുക്ക് കിട്ടുന്നത്. ആ സ്നേഹം ഇനിയുള്ള ദിവസങ്ങളിലും കൊല്ലത്തെത്തുന്ന എല്ലാ മത്സരാർത്ഥികൾക്കും 14,000-ഓളം മത്സരാർത്ഥികൾ, അവർക്കൊപ്പം വരുന്ന രക്ഷിതാക്കൾ, ഒപ്പം തന്നെ അത് കാണാനെത്തുന്ന ലക്ഷത്തിലധികം വരുന്ന കാണികൾ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റും. നേരെ വണ്ടിയും പിടിച്ച് പോന്നു കൊല്ലത്തേക്ക് ഇല്ലത്തുത്സവത്തിന്. കൊല്ലം കണ്ടവന് അപ്പോ ഒരു പാട്ടോടുകൂടി നിർത്തിയാലോ നമുക്ക്? ഓടിവാ ഓടിവാ ഒരു പാട്ടോടുകൂടി ലാസ്റ്റ് നമുക്ക് ഒരു വൈബ് വേണം. ഒരു എല്ലാവർക്കും പറ്റിയ നാടൻ പാട്ട്. കരഞ്ഞെടുക്കാൻ തേടിനടാന്തോ പാപ്പമിടാൻ കരഞ്ചിടാന്തേ കാട്ടുകേങ്ങുമോ കാണി നാന്തനാത്ത് ചെയ്യഞ്ചോ നാന്തനാത്ത് ചെയ്യും കരണ്ട ചുച്ചിനിയോ കരണ്ട ചുച്ചിനിയോ വള നല്ല കുപ്പിവള വാങ്ങിത്തരും നാന് മാല നല്ല കല്ലുമാല വാങ്ങിത്തരും നാന് വള നല്ല കുപ്പിവള വാങ്ങിത്തരും നാന് മാല നല്ല കല്ലുമാല വാങ്ങിത്തരും നാന് ചുക്കാ ചുക്കാ ചാമി ഓടിവായോ ഞണ്ട് കറി കൂട്ടി നല്ല ചോറ് വാപ്പേ ചുക്കാ ചുക്കാ ചാമി ഓടിവായോ ഞണ്ട് കറി കൂട്ടി നല്ല ചോറ് വാപ്പേ പൈങ്കിഞ്ചോം 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 പൈങ്കിഞ്ചോ വള നല്ല കുപ്പിവള വാങ്ങിത്തരും നാന് മാല നല്ല കല്ലുമാല വാങ്ങിത്തരും നാന് വള നല്ല കുപ്പിവള വാങ്ങിത്തരും നാന്
മാല നല്ല കല്ലുമാല വാങ്ങിത്തരും നാണ്. താങ്ക് യു വെരി മച്ച്.